أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنصون أنفسكم وأنتم تتلون الكتاب أفلا تعقلون. صدق الله العظيم. ഈ ആയത്ത് എന്നെപ്പോലത്തെ ആളുകൾക്കിട്ട് പണിയേറുന്ന ആയത്താണ്. ജൂത വിഭാഗത്തോട് ഈമാനിന്റെ കാര്യവും നിസ്കാരത്തിന്റെ കാര്യവും സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തെര്യപ്പെടുത്തിയതിനു ശേഷം അവരിലുള്ള പണ്ഡിതന്മാരെ പിടികൂടുകയാണ് അല്ലാഹു. അത് നമ്മളോട് പറയുന്നത് ഈ ഉമ്മത്തിലെ ഉലമാവും പ്രബോധകന്മാരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതഅ്മുറൂനന്നാസ, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുകയാണോ ബിൽ ബിരി, നല്ല കാര്യം ചെയ്യാൻ, വതൻസൗന അൻഫുസകും, അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ മറക്കുക. എന്താ അള്ളാന്റെ സംസാരത്തിന്റെ ശൈലി? നിങ്ങളത് മറക്കുക, ജനങ്ങളോട് കൽപ്പിക്കുക. വാന്തും തത്സുരൂനൽ കിതാബ്, നിങ്ങളൊക്കെ കിതാബ് റെഫർ ചെയ്യുന്ന ആളുകളല്ലേ, നിങ്ങളെ കയ്യിലില്ലേ ഈ സാധനം? അത് നോക്കിയിട്ടല്ലേ ജനങ്ങളോട് വേദ പറഞ്ഞ്? അഫലാ തഅഖിലൂൻ, ബുദ്ധി എന്നുള്ള സാധനം നിങ്ങൾക്ക് വർക്ക് ചെയ്യണില്ലേ എന്ന്. നമ്മൾ സാധാരണ ഒരാളോട് അതേ ശൈലി, അതിന്റെ അർത്ഥം അതാണ്. ഞാൻ അതിന്റെ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞുതരാം. ഞാനല്ല, മഹാന്മാര് പറഞ്ഞ് ഞാൻ ഉദ്ധരിക്കാം. ഇവിടെ ഒന്നാമത്തെ ചിന്ത എന്താണ് ഈ ബിർറ് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ. അതഅ്മുറൂനന്നാസ ബിൽ ബിർരി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഈ ബിർറ്? ബിർറ് എന്ന് അവരോട് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ബിർറ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം അമലുൻ സ്വാലിഹ് എന്നാണ്. അറബികൾ പറയാനുണ്ടല്ലോ മബ്രൂർ, ഒക്കെ നല്ല കാര്യം ചെയ്താൽ പറയും മബ്രൂർ മബ്രൂർ, കോയ്സ്, നല്ല കാര്യം. അത് അവരോട് പറയാൻ കാരണേ അവരിൽപ്പെട്ട പണ്ഡിതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്നതിന് മുമ്പ് മക്കക്കാരോട്, പ്രത്യേകിച്ച് മദീനയിലുള്ള ജൂത പണ്ഡിതന്മാര് പറഞ്ഞിരുന്നു, നിങ്ങളെ നാട്ടിലാണോ അയാള് വരാനുള്ളതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങളെ നാട്ടിലാണ് അന്ത്യപ്രവാചകൻ വരാനുള്ളത്, പേര് മുഹമ്മദ് എന്നാണ്, പാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണ്. ഇതുവരെ ഇടക്കിടക്ക് പറയും. മക്കയിൽ നിന്നും മദീനത്തേക്ക് ആര് വന്നാലും ഇവർക്ക് ഇത് പറച്ചില്ല പണി. വന്നു നോക്കുമ്പോഴോ ഒറ്റ കുട്ടിയോട്ട് വിശ്വസിക്കണില്ല. ആണ് അള്ളാഹ് പറഞ്ഞത്. ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടേ? നിങ്ങൾ കിതാബ് കയ്യിൽ വെച്ച് നോക്കണവരല്ല, അതിലില്ലേ ഇപ്പൊ സംഗതി ഒക്കെ നിങ്ങൾ മൂടി വെക്കുകയാണോ? അല്ലെങ്കിൽ ഇതിന് നേരമുള്ള ആയത്ത് എന്തായിരുന്നു? നിസ്കാരത്തിന്റെ കാര്യം, സക്കാത്തിന്റെ കാര്യം. അത് ജൂത പണ്ഡിതന്മാര് അവരുടെ ആളുകളോട് നന്നായിട്ട് പറയും. അവരുടെ നിസ്കാരം, അവരുടെ സക്കാത്ത് അതിശക്തമായി പറഞ്ഞിരുന്നു. പക്ഷെ ഓല് നിസ്കരിക്കൂല്ല, പൈസ കൊടുക്കൂല. അപ്പൊ അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ജനങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ കാര്യം, സക്കാത്തിന്റെ കാര്യം, നിങ്ങൾക്ക് എന്താ ഒന്നും വേണ്ടേ? നിങ്ങളെ മറക്കുകയാണോ? നിങ്ങൾക്കൊന്നും വേണ്ടേ എന്ന്. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം എന്താ വെച്ചാല്, ഇവരെ ഈ കിതാബ് മുമ്പിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കലുണ്ട്. അങ്ങനെയുണ്ടല്ലോ ഒരു ക്ലാസ്, കിതാബ് മുമ്പിൽ വെച്ചിട്ട് ക്ലാസ് എടുക്കും. ആ ക്ലാസ് ചെറിയ ചെറിയ ക്ലാസ്സിലാകുമ്പോ കേൾക്കാൻ വന്ന ശ്രോതാക്കളിൽ പലരും പറയും, അല്ല നിങ്ങളപ്പോ ആ വായിച്ചതും പറഞ്ഞൊക്കെ മദീനത്തുള്ള മുഹമ്മദ് നബിയെ കുറിച്ചല്ലേ എന്ന് പറയും. കാരണം കേട്ടവർക്കാണ് മനസ്സിലാവും. അത് നിങ്ങളിപ്പോ അവിടെ വായിച്ച അർത്ഥം വെച്ചത് ഇപ്പം മക്കത്തുള്ള ഒരാളുണ്ടല്ലോ മുഹമ്മദ്, ഇവർക്ക് നേരത്തെ കേട്ട് പരിചയമുണ്ട്, അവരെ കുറിച്ചല്ല ഇപ്പൊ നിങ്ങൾ ഈ അർത്ഥം വെച്ചെന്ന് പറയും. അപ്പൊ ഈ പണ്ഡിതൻ കിതാബ് തുറന്നു വെച്ചിട്ട് പറയും, ആരോടും ഉണ്ടണ്ട, സത്യത്തിൽ അതന്നെയാണ്, വേണമെങ്കിൽ പോയി വിശ്വസിച്ചോളി എന്ന് പറയും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്താണ്. എന്നാ ഈ ദർസ് എടുത്ത ആളാണെങ്കിലോ പോയതും ഉണ്ടാവില്ല, കണ്ടതും ഉണ്ടാവില്ല, വിശ്വാസവും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നു ഈ ബിർറൊക്കെ, എന്താ നിങ്ങളെ കാര്യത്തിലെ നടപ്പിലാക്കാത്ത? ഇത് അവരോട് അള്ളാഹു തആല പറഞ്ഞാണെങ്കിലും എന്നെ പോലത്തവർക്ക് ബാധകമാണ്. കാരണം എന്താ,
നല്ല നല്ല വിഷയങ്ങളെ കൊണ്ട് വയല് പറയാ, ജീവിതത്തിൽ ഒന്നും ഇല്ലേനും അങ്ങനത്തെ ഒരു നാളെ പെട്ടുപോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. നാളെ നരകത്ത് നിന്നുണ്ട് ഒരു ചീഞ്ഞ മണം വരാൻ. നരകം എന്ന് പറഞ്ഞാൽ തന്നെ ദുർഗന്ധമുള്ള സ്ഥലത്തുണ്ടാവില്ല പിന്നെ ഒരു ചീഞ്ഞ നാറ്റം വരാൻ. നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ദുർഗന്ധം ഉണ്ടാവും. ആ ചളി, ഈ വെള്ളം, ആ കെട്ടിക്കണത്, ഇത് അതിനിടക്ക് കാണാം എന്തേ അത് മറ്റേ കോഴിപ്പാട് സ്വായതാന്ന് പറയും നമ്മള് ഇല്ലേ, അങ്ങനെ ഉണ്ടാവില്ലേ? ദുർഗന്ധമുള്ള സ്ഥലത്ത് തന്നെ ചിലപ്പം വേറൊരു ദുർഗന്ധം കൊണ്ട് വരാണ്ട്. അതുപോലെ നരകം ദുർഗന്ധാണ്, പക്ഷെ ഒരു ഭയങ്കര ദുർഗന്ധം. അപ്പൊ നരകത്തിലുള്ള ആൾക്കാരേക്കും എന്താണ് നമ്മളെ മറ്റേ മൂല്യരാ കിടക്കണ, അയാളറിയുന്ന മൂല്യരാ, അയാളെടുത്ത് വരുന്ന ദുർഗന്ധാണ് എന്ന് പറയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കാരണം എന്താ, രാത്രി മകളൊക്കെ അയാൾ തന്നെ പണി, ഒന്നും ജീവിതത്തിലോട്ടില്ലേനു. നിങ്ങൾ എന്റെ മുഖത്തൊക്കെ തുറച്ചു നോക്കണേന് മാന എനിക്ക് മനസ്സിലായി. തുറച്ച് നോക്കല്ലേ വേണ്ടത്, നമ്മളൊന്നും അതിൽ പെടാക്കാൻ ദ്വാരക്ക വേണ്ട നിങ്ങള്. അല്ല നോക്കിയിട്ട് എന്താ കാര്യം? പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആയത്ത് വരുമ്പോ ഞാൻ മറച്ചേക്കണത് ശരിയല്ലല്ലോ, തുറന്നടിക്കണ്ടേ? എനിക്കിപ്പോ ഇതൊക്കെ മറച്ചു വെച്ചിട്ട് വേറെ രീതിയിൽ അർത്ഥം വെക്കാൻ അറിയാം. ഞാൻ വെച്ചേരണോ? നിങ്ങൾ ഇന്ന് സംശയിക്കില്ല, പക്ഷെ അത് ശരിയല്ലല്ലോ. അതിനുള്ള അർത്ഥമുണ്ട്, അതിന് പറ്റുന്ന അർത്ഥമുണ്ട്, ശരിയായ അർത്ഥം തന്നെ ഉണ്ട്. ഞാൻ ഇന്നെ തന്നെയാണ് ഇപ്പൊ കൂട്ടിലാക്കണത്. ഞാൻ ഏത് വേദന ആദ്യം ഇന്നേലാക്കാക്കൽ എനിക്കെതിരെയുള്ള വെടിയായിരിക്കും, എന്നിട്ടേ ജനങ്ങൾ കൊടുക്കലുള്ളൂ. ഇന്നിപ്പോ എന്റെ നാട്ടിലെ വേദ വാണിയന്നൂര് അവിടുത്തെ കാമല്, ഞാൻ എവിടെ വേദന നമ്മൾ ആദ്യം ഇന്നെ മനസ്സിലാക്കരുത്. മുമ്പിലെ ആൾക്കാരെ കാണുമ്പോൾ അവരോട് പറയും, അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇന്നെപ്പോലത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ജൂതന്മാരോട് പറഞ്ഞ കാര്യം അള്ളാഹു തആല ഈ ഉമ്മത്തിൽ പറയേണ്ട കാര്യമുണ്ടോ? നമുക്കും പഠിക്കണ്ടായില്ലേ? അതുകൊണ്ടാണ് മുസ്തഫ നബി പറഞ്ഞത്, മസലുല്ലദീ യുഅല്ലിമുന്നാസൽ ഖൈറ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്ന ആളുടെ ഉദാഹരണം സിറാജി, ഒരു വെളുക്ക് പോലെയാണ്, ഒരു വിളക്ക്. യുലി, അതിങ്ങനെ കത്തിത്തീരുന്നുണ്ട്. യുഹരിക്കു നഫ്സ, സ്വന്തം അതിനെ കരിക്കണുണ്ട് എന്ന് പറഞ്ഞാൽ മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചാല് ജനങ്ങൾക്ക് നല്ല കാര്യമാണ്. അതിന് വല്ല കാര്യമുണ്ടോ? എങ്ങനെ തീരാണ്. ഇങ്ങനെയാണ് നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയാ. ജീവിതത്തിലെ ഇല്ലാത്ത മൂല്യര ഉദാഹരണം എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആണ് അള്ളാഹു പറയണത്, അതമുറൂനന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കൽപ്പിക്കുക. വതൻസൗന അൻഫുസകും, സ്വന്തം ശരീരത്തെ മറക്കുക. വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ കിതാബ് മുത്താല ചെയ്യുന്ന അല്ലെങ്കിൽ ഓതുന്ന ആളുകളല്ലേ. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി വർക്ക് ചെയ്യണില്ലേ എന്നാ ചോദിക്കുന്നത്. സത്യത്തിൽ തൻസൗന അൻഫുസകും എന്ന് പറയും മറവീന്നാണ് അവിടെ അർത്ഥം. മറന്നോൻ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, മറന്നു ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അവിടെ ചിന്തിക്കാണ്ട് നിസ്യാൻ എന്നുള്ളത് നിസ്യാൻ ഈ ഉമ്മത്തിന് തെറ്റ് ചെയ്യാതെ അള്ളാഹു തആല മാറ്റി വെച്ചാണ്. ഇപ്പൊ ആരെങ്കിലും നോമ്പ് കാലത്ത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പോയിട്ട് നാസ്താക്കി, നോമ്പൂറിയില്ല, അതിന്റെ പേരിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീന്നും പറയണ്ട, ആക്കാൻ നിൽക്കണ്ട കേട്ടോ. അതല്ല ഞാൻ പറഞ്ഞത്. മറന്നുങ്ങാണ്ട് നാസ്താക്കി, ഓർമ്മ ഉണ്ടായിങ്ങാണ്ട് നാസ്താക്കിയ നാസ്താക്കലല്ല, നാശാക്കലാണ്. മറന്നുങ്ങാണ്ട് എന്താ മേമട്ടിയാക്കാനൊക്കെ ചിരി. അല്ലാ, ഞാൻ ഇന്നലത്തെ വാക്യം അവിടെ ഉണ്ടാവും, മറന്നിട്ടിയ തിരക്കടില്ല എന്നാണ് ഇപ്പൊ ആ ചിരിന്റെ മേന. മറന്നുങ്ങാണ്ട് നാസ്താക്കി നോട്ട്. ഇനിയിപ്പോ ആണ്ടോണ്ട് തെറ്റിദ്ധരിക്കല്ലേ, അത് ഞാനൊന്നാണ്ട് ലെവലാക്കി തരാം. ഒരാൾക്ക് നോമ്പാന്ന് തന്നെ ഓർമ്മയില്ല, റമളാനാന്ന് ഓർമ്മയില്ല, നന്നായി തിന്ന് വള്ളം കണ്ട് വീർപ്പിച്ച് നോമ്പ് മുറിയില്ല, അതിന്റെ പേരിൽ ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീന്ന് ചൊല്ലും വേണ്ടാന്ന്. പിന്നെ നാളെ എന്താ മറക്കാത്തതെന്ന് ചിന്തിക്കരുത്, മനസ്സിലായില്ലേ? നാളെ ഒട്ടും മറന്നിട്ടൊന്നുമില്ല, അപ്പൊ എന്താ ഇന്നും മറക്കാത്തതെന്ന് ചിന്തിക്കരുത്. അതാണ് ഇവിടെ തൻസൗന അൻഫുസകും, നിങ്ങളെ മറക്കുകയാണോന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ മറവിയല്ല. അതിനിപ്പോ ഞാൻ പറഞ്ഞേ, ആ മറവിയല്ല. പിന്നെ ജനങ്ങളോട് അങ്ങനെ പറയാ, മൂപ്പരെ കുറിച്ച് ബോധമില്ല, വഫലത്തിന് നിസിയാന്ന് പറയലുണ്ട്. ബോധമില്ല, ഒരു ശ്രദ്ധയില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒറിജിനൽ മറവേണെങ്കിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒറിജിനൽ മറന്നപ്പോ എന്താ കുഴപ്പമുള്ളത്? ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ മറവി എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് അവർക്ക് ബോധമില്ല. അതാണ് ലാസ്റ്റ് ചോദിച്ചത്, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി വർക്ക് ചെയ്യണില്ലേ? കാരണം ബുദ്ധി വർക്ക് ചെയ്താലേ ബോധം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ബോധം ഉണ്ടാവില്ല. ഇനി ഞാൻ ബോധമുള്ള ചില വാഴന്മാരെ 2 ഉദാഹരണം പറഞ്ഞുതരാം. അത് ഞാൻ ഉസ്താദ്മാർ എന്നോട് ചോദിക്കണമെന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. റാസി 1-ാം വാള്യത്തിൽ ഈ 2 സംഭവങ്ങളും ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ട്.
ഇമാം റാസി, ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീർ 1-ാം വാള്യത്തിൽ ഇതേ ആയത്തിന്റെ തഫ്സീറിൽ ഇനി ഞാൻ പോകുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന്, യസീദ് ഇബ്നു ഹാറൂൻ നല്ല വാളനായിരുന്നു. നല്ല വാളനെന്ന് മാത്രമല്ല, ജീവിതത്തിൽ പകർത്തും. അത് താൻ ചെയ്യുന്നത് മാത്രം മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്ന പ്രബോധകനായിരുന്നു. അവര് മരിച്ചു പോയപ്പോ അവരുടെ സ്വന്തക്കാര് കിനാവാണ്. കിനാവ് പാടെ നിഷേധിക്കേണ്ടതല്ല. ഞാനൊരു ഹദീസ് ഉദ്ധരിക്കാം. ഈ ഹദീസ് എവിടെ ഉണ്ട്? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുണ്ട്. നമ്പർ 6990 നമ്പർ ഹദീസാണ് ഉദ്ധരിക്കാൻ പോണത്. അൻ നബി ഹുറൈറ റളിയല്ലാഹു ലം യബ്ഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിൽ നിന്ന് മുബശ്ശിറാത്ത് അല്ലാത്തതൊന്നും നിലനിൽക്കണില്ല. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തനബിയെ, വമൽ മുബശ്ശിറാത്ത്, എന്താണ് ഈ മുബശ്ശിറാത്ത് എന്ന് ചോദിച്ചു. ഖാല, അവിടുന്ന് പറഞ്ഞു, അർറുഇയ സാലിഹ, നല്ല നല്ല കിനാവുകളാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ നുബുവത്ത് ആർക്കില്ല. പക്ഷെ അതിന്റെ ചെറിയൊരു കോപ്പിയാണ് നുബുവത്തില്ലാതെ അവർക്ക് കിട്ടിയുന്ന ഒരു ഇൻഫർമേഷൻ. അത് നല്ല മനുഷ്യന്മാർ കിടക്കുമ്പോൾ അള്ളാഹുത്തല ഇങ്ങനെ അറിയിച്ചു കൊടുക്കും. നല്ലവരാണെങ്കിൽ അത് ഫ്രഷ് ആയിരിക്കും. അത് ഭാവിയിൽ വരാനുള്ളതോ അവരുടെ നല്ല നല്ല കാര്യങ്ങൾക്കുള്ളതോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. നീ അതും പറഞ്ഞുതരാം. ഒരു ഹദീസ് വേറെ കൽപ്പിച്ചുതരാം. ലാ തഖുസ്സർ റുഇയ ഇല്ലാ അലാ ആലിമിൻ ഔ നാസിഹിൻ. ഇങ്ങനത്തെ കിനാവുകൾ കണ്ടാൽ നീ നല്ലൊരു ആലിമിനോടോ നിന്റെ ഗുണകാംക്ഷയോടല്ലാതെ പറയരുത് എന്ന് പരിശുദ്ധ റസൂൽ. ചിലവർ കിടക്കാൻ കാത്തുക, കാണാൻ കാത്തുക്കാണ് യൂട്യൂബിൽ പറയാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അടിച്ച് കേറ്റല്ലേ മൈക്കില്. അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ ബാക്കിൽ ലക്ഷ്യം ഉണ്ടാവും, ഒരു ദുഷ്ടലാക്കുണ്ടാവും. അതിനൊന്നും ബാക്കിൽ പോവാനും നിൽക്കണ്ട. കിനാവുകൾ കണ്ടാൽ നമുക്ക് തികഞ്ഞ നല്ലൊരു മനുഷ്യനാണെങ്കിൽ അയാളോട് ഹൈറായ കാര്യത്തിന് വേണ്ടി പറയാം. അല്ലാതെ അത് വരുമാനത്തിന് വേണ്ടി വിളിച്ച് കൂവുന്ന ആൾക്കാരെ ബാക്കിൽ പോകാൻ നിൽക്കണ്ട. അപകടത്തിൽ പൊട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ യസീദ് ഇബ്നു ഹാറൂൻ എന്ന മഹാൻ വഫാത്തായപ്പോ അവരെ കുറച്ച് ആളുകൾ കിനാവ് ഉണ്ടപ്പോ ഇവര് ചോദിച്ചു, നമുക്കങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, ചോദിച്ചു, എന്താ ആഖിറത്തിന്റെ കാര്യം, എന്തൊക്കെ ഇപ്പൊ ഉണ്ടായതെന്ന് ചോദിച്ചു. പോലെ പറഞ്ഞു, യസീദ് എന്നവര് പറഞ്ഞു, യസീദിന് ഹാറൂൻ, യസീദിന് മുആവിയ അല്ലട്ടോ, അയാളെ അധികാരിയായിരുന്നു, യസീദ് ഇബ്നു ഹാറൂൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പോയപ്പോ മുങ്കർ നക്കീർ എന്നിട്ട് എന്നോട് മൺ റബ്ബുക്കാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, എനിക്ക് അള്ളാനെ പറയലെന്നല്ലായിരുന്നു ദുന്യാവില് പണി. നേരം വെളുത്ത് വൈകുന്നേരം വരെ വയല് പറയലായിരുന്നു പണി. അതൊക്കെ അള്ളാനെ പറയല. ഈ ഞാൻ കുടുങ്ങിയിട്ട് കബർ കിടക്കുമ്പോ നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ നടത്തണം, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണെന്ന് തിരിച്ച് ഞാൻ ചോദിച്ചു മുങ്കർ നക്കീറിനോട്. അപ്പൊ മുങ്കർ നക്കീർ പറഞ്ഞ, ഇത് ഞങ്ങളെ ഡ്യൂട്ടിയാണ്, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, മൺ റബ്ബുക്ക. അപ്പൊ ഞാൻ അള്ളാഹു റബ്ബി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം കബറിലുണ്ടായി എന്ന് പറഞ്ഞു. ഞാനിത് ഇന്ന് സുബൈൻ്റെ മുമ്പാണ് ഞാൻ ഈ സംഭവം, ഈ കിതാബ് കണ്ടത്. ഇന്ന് സുബൈൻ്റെ മുമ്പ് ഞാൻ അങ്ങനെ എന്തിച്ചു പഠിച്ചാൽ ആ ചോദ്യം ഇപ്പൊ കബറിൽ എന്നോടാണെങ്കിൽ തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? എനിക്കിപ്പോ അതിന് മെനുണ്ടായി. ഞാനിപ്പോ ഈ അള്ളാഹിനും റസൂലിനും പറഞ്ഞെടുക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എന്നിട്ട് നിങ്ങൾ എന്നോട് പോയി ചോദിക്കാൻ വന്നിക്ക എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു മെന എനിക്കുണ്ടോന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഞാൻ ചിന്തിച്ച് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ എന്താ ചിന്തിക്കണ്ടേ? നാളെ അങ്ങനെ ചിന്തിച്ചോന്നാ. ഞാൻ അങ്ങനെ ചിന്തിച്ച് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ എന്താ ചിന്തിക്കണ്ടേ? നിങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ഇനിയും കൊണ്ടേയിടല്ലോ പോയി എടുക്കല്. അത് തിരിച്ചു വെക്കാനുള്ള മെന ഏതായാലില്ലെങ്കിൽ അള്ളാഹു റബ്ബി എന്ന് പറയാനുള്ള ഒരു ആന്തരിക ഹെൽത്ത് ഉണ്ടാവണം. അത് മതി, തിരിച്ചൊന്നും ചോദിക്കണ്ട. ചോദ്യം എല്ലാവരോടും ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. മൺ റബ്ബുക്ക, അതിലെങ്ങനെ പറയണം, അല്ലാഹു റബ്ബി. പരീക്ഷ ജയിച്ചിട്ടോ, പരീക്ഷ പാസ്സായി. പരീക്ഷ ആളവിടെയാണ്. ഇത് സ്റ്റഡി ലീവാണ്. ദുനിയ മസ്റഅത്തുൽ ആഖിറ. ഇത് സ്റ്റഡി ലീവാണ്. ഇത് സ്റ്റഡി ആവാൻ അല്ലാഹു തആല ദുനിയാവുക്ക് ഒരു ലീവ് തന്നാണ്. യാത്രക്കിടയിൽ ഇവിടെ കുറച്ചു നേരം തങ്ങും, പഠിക്കാനാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പഠനം, അതാണ് സിലബസ്. സിലബസ് മാറരുത്, സിലബസ് അതാണ്. മറ്റൊക്കെ ചുറ്റുഭാഗങ്ങളിലൂടെ കുറെ വിഷയങ്ങൾ അതിന്റെ കൂടെ വരും. ഒരു കപ്പൽ വരുമ്പോ കുറെ വോട്ട് ഉണ്ടാവുമല്ലോ സൈഡിൽ. എന്നപോലെ മെൻസസിന്റെ, നിഫാസിന്റെ, നോമ്പിന്റെ ഒക്കെ ചുറ്റുഭാഗങ്ങളിലുള്ള കാര്യങ്ങളാണ്.
മർമ്മതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കാതെ പോയാൽ അവിടെ കുടുങ്ങും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേ കിതാബിൽ തന്നെ വേറൊരു സംഭവം ഉണ്ട്, ഇമാം ശിബിലിയെ കുറിച്ചാണ് റളിയല്ലാഹു. ഫഖറുദ്ദീൻ റാസി എന്ന് പറഞ്ഞാൽ ചെറിയ ആളൊന്നുമല്ല. ഇതിപ്പോ യൂട്യൂബിൽ കുറെ ആൾക്കാർ കേൾക്കണ കുറെ ഉസ്താദന്മാരായിരിക്കും. അവരാരെങ്കിലും പറയുകയാണെങ്കിൽ ആ കിതാബ് ഞങ്ങൾ നോക്കിയാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് മൈക്കോടെ വെക്കാൻ പറ്റുമോ? പറ്റൂല. ഇല്ല, ആ മൂല്യന്മാരെ വിടുന്ന ഞങ്ങളെ എഴുതിയേ ഇല്ല. അങ്ങോട്ട് പറയാൻ തുടങ്ങും, ഞങ്ങൾ ആ കിതാബ് നോക്കിയില്ല, അവിടെ ഇല്ല എന്നോട് പറയാൻ തുടങ്ങും. നാളെ ഞാനാകെ വഷളായില്ലേ. അതുകൊണ്ടാണ് ഒരു സംഭവം പറഞ്ഞത്, ശിബിലി ഇമാം വലിയ ആളായിരുന്നു. വലിയ ആളെന്ന് പറഞ്ഞാൽ അള്ളാനെ അങ്ങോട്ട് പ്രേമിച്ചിട്ട് ലെവല് വിട്ട അവസ്ഥയിൽ എത്തിയ ആളായിരുന്നു. അപ്പൊ ഉണ്ടാവും ഈ ഇഷ്കില് ചിലപ്പോൾ ലെവലാണ്ട് വിടും. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു ശിബിലി. അവര് വഫാത്താൻ കിടക്കണമേത്ത് ഒരാൾ പോയി ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലക്കിനോ മൗത്താക്കും ഉണ്ടല്ലോ, മൗത്താൻ കിടക്കണ ആൾക്ക് തൽക്കിൻ ചൊല്ലി കൊടുക്കണം. അതങ്ങനെ ഓർമ്മപ്പെടുത്തും. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഈ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഈമാനെങ്കിലും ഉപകരിക്കും. അപ്പോ തൽക്കിൻ ചൊല്ലി കൊടുത്തു, ഇങ്ങനെ ഓർമ്മപ്പെടുത്തി. അപ്പൊ മൂപ്പര് പാട്ട് പാടി. എന്താ പാട്ട് എന്നറിയോ? ഇന്ന ബൈതന്നം തസാകിനുഹു ഗൈറു മുഹ്താജിൻ ഇല സുറുജി. അങ്ങനെയാണ് കിതാബിൽ വെച്ചത്. അതിനർത്ഥം ഞാൻ വെച്ചരാ. ഇന്ന ബൈത്തൻ ഒരു കൽബ്. ബൈത്തൻ എന്ന് പറഞ്ഞാൽ അവിടെ കൽബ് എന്നർത്ഥം വെക്കണം. ഇന്ന ബൈത്തൻ ഒരു കൽബ്. അന്ത അള്ളഹാനോട് പറയണം, അന്ത പടച്ചോനെ ഈ സാക്കിനും ആ കൽബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ലൈസ അവനല്ല മുഹ്താജൻ ഇല സുറുജി. മരിക്കാൻ കിടക്കുമ്പോ വേറെ ആൾക്കാർ വന്നിട്ട് തൽക്കീൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഓൻ അതിന്റെ ഹാൽ തന്നെ കിടക്കണേ. യാ റബ്ബ്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ദിക്ർ ഓർമ്മപ്പെടുത്താൻ വന്ന ആളെ നോക്കിയിട്ട് പാട്ടുപാടാ. എൻ്റെ ഓർമ്മപ്പെടുത്തലും ഒന്നും ഇവിടെ ആവശ്യമില്ല. എനിക്ക് ഞാനിവിടെ ഫുള്ള് പവറില്ല, ദിക്റിന്റെ പവറില്ല. ഞാൻ തന്നെ അല്ലിക്കോളാം, പോയി പണി നോക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ മരിക്കാൻ കിടക്കുമ്പോ മരണ ലക്ഷണങ്ങൾ കണ്ടാൽ ദിക്ർ ചെല്ലാൻ ബോധമുള്ള ആരെയിലൊക്കെ ചൊല്ലിത്തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ തിരിച്ച് പറയാൻ കഴിയണം, പൊയ്ക്കോ ഞാൻ ഇപ്പൊ ആ ഹാലിലാണ്. അല്ലെങ്കിൽ ഓല് ചൊല്ലിത്തരുന്നത് ഓർത്തിട്ട് പറയാനെങ്കിലും കഴിയണം. രണ്ടുമൊന്നും വിടരുത്. ഒന്നുകിൽ ഓലോരോട് പറയണം, എൻ്റെ ഒരു സുഹൃത്ത് മഞ്ചേരിയിൽ എൻ്റെ സുഹൃത്തിന്റെ കൂടെ പഠിച്ച ആളാണ്, നല്ല മനുഷ്യനാ, മോയിൻകുട്ടി എന്നായിരുന്നു പേര്. ബ്ലഡ് ക്യാൻസർ പിടിച്ചു കിടക്കാലത്ത് മരിച്ചു. ബാപ്പ പക്ക നാടനാണ്. ബാപ്പാനോട് മാരിബായപ്പോ പറഞ്ഞു, നിന്നെ കാണാൻ വന്നവരോടൊക്കെ പോകാൻ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ വാപ്പി അവനും കൂടി മാരി വിസ്കരിച്ചു. ഈ മഞ്ചേരിക്കാരൊക്കെ ബാപ്പനെ മടി കണ്ട് കിടന്നു. എന്നിട്ട് ദിക്റാണ്ട് എല്ലാം തുടങ്ങി. എന്റെ നെറ്റത്തു നിന്നൊക്കെ വേർപ്പെണ്ണ് എടുക്കാൻ തുടങ്ങി. വാപ്പാക്ക് ഇങ്ങനെ ക്ലാസ് എന്നൊക്കെ കേട്ടൊരു ഓർമ്മ ഉണ്ട്, സക്കറാത്തിന്റെ സമയത്ത് മുഅ്മിനീങ്ങളെ നെറ്റത്തുനിന്ന് വേർപ്പെടുക്കുന്നു, അങ്ങനെ എടുക്കുക. അപ്പൊ വാപ്പ ഇത് മനസ്സിലാക്കിയിട്ട് ചൊല്ലിക്കൊടുത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലും പറഞ്ഞ് ഞാൻ ഇപ്പൊ ചെല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചെല്ലണ്ട. ഇപ്പം ചെല്ലിങ്ങാണ്ട വാപ്പാന്റെ മടിയെന്ന് മരിച്ചത്. ഇപ്പോഴും അങ്ങനെ പോണവരുണ്ട്. അധ്വാനിച്ചാൽ മതി, നമുക്കും പോകണം. കാരണം ഏത് യാത്ര മുടങ്ങിയാലും ഈ യാത്ര മുടങ്ങൂല. ഇപ്പൊ ദുബായിക്ക് പോകാൻ തീരുമാനിച്ച ആളുകൾ ഉണ്ടാവും, പോകാൻ പറ്റുമോ ഉറപ്പില്ല. കല്യാണം തീരുമാനിച്ച ചെറുപ്പക്കാരുണ്ടാവും, നോമ്പ് കഴിഞ്ഞാൽ പുതിയാപ്പിള ഇറങ്ങോ ഉറപ്പില്ല. ദുനിയാവിൽ ഏത് കാര്യവും സംശയമാണ്. ആവാം ആവാതിരിക്കാം, പക്ഷെ ജനിച്ചാൽ മരിക്കാം മരിക്കാതിരിക്കാം എന്ന് പറയാൻ പറ്റൂല. മരണം ഉറപ്പാണ്. ആ മരിക്കണ സമയത്ത് നമുക്ക് പറയാൻ കഴിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാട്ടുകാര് മയ്യത്ത് കൊണ്ടുവന്ന സമയത്ത് ദിക്റെല്ലും, പക്ഷെ ആ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളെ ഈ കേൾക്കണായിട്ട് ബന്ധം ഉണ്ടാവണം. ആൾക്കാരൊക്കെ ദിക്റെല്ലുണ്ട്, ഇതിന്റെ ഉള്ളിൽ കിടക്കണവന് ബന്ധമില്ലെങ്കിലോ ദിക്റായിട്ട് ബന്ധമില്ലെങ്കിലോ. ദിക്റല്ലാണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ദിക്റല്ലാണ്. പക്ഷെ അതുകൊണ്ട് കേൾക്കണോന് ഒരു ഉപകാരം കിട്ടണമെങ്കിൽ ഓനാദ്യം ദിക്റായിട്ട് ബന്ധമുള്ള ആളാണ്. എങ്ങനെ ബന്ധം? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات.
اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه واغفر لنا ولوالدينا ولواساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم أعتقني من النار وادخلني الجنة يا رب العالمين. اللهم أعتقني من النار وادخلني الجنة يا رب العالمين. اللهم أعتقني من النار وادخلني الجنة يا رب العالمين. السلام عليكم ورحمة الله وبركاته.